CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം തുടരുന്നു. തത്സമയം 30+ ആണെന്നാണ്. എന്നിട്ടുള്ള ഒന്നും പോയി. ഇപ്പോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സീറ്റുകളുണ്ട്. ഒരു സീറ്റും പിടിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങളുടെ മനോനില കൃത്യമായിട്ട് അറിയുന്ന, ഇന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഈ നാടിന്റെ ഏറ്റവും വലിയ ശത്രു മതനിരപേക്ഷതക്കെതിരായി ജനാധിപത്യ ഭരണഘടന തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട്, പാർലമെന്ററി വ്യവസ്ഥ തന്നെ ഇല്ലാതാക്കാൻ ഭരണകൂട സ്ഥാപനങ്ങളുണ്ട് ഒരുപാട്. ആ ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ തകർക്കാൻ എല്ലാ ഫാസിസ്റ്റ് രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന പാർട്ടിയാണ് BJP. അതിന്റെ ന്യൂക്ലിയസായി പ്രവർത്തിക്കുന്ന വിഭാഗമാണ് RSS. ഇവർ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം തകർത്ത് ഫാസിസത്തിലേക്കാണ് യാത്ര. വർഗീയ ധ്രുവീകരണമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതിന് അവർ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആഭ്യന്തര ശത്രു, 3 പ്രധാനപ്പെട്ട ആഭ്യന്തര ശത്രുവിനെ പറ്റി RSSന്റെ പ്രത്യശാസ്ത്രകാരൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വിചാരധാരയുടെ അധ്യായങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് നേരിട്ട് കാണാം. ഗോൾവാൾക്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട രചന, അതിൽ 3 പ്രധാനപ്പെട്ട ഭാഗം. ഒന്ന്, നമുക്കറിയാം, കേരളം സാർവദേശീയ തലത്തിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി 3 സാർവദേശീയ മതം വിഭജിക്കപ്പെട്ട ജനസംഖ്യാനുപാതത്തിലുള്ള ഒരു നാട്, ഒരു രാജ്യം വേറെ ലോകത്തോടെയില്ല. ഈ RSSകാർക്കും BJPക്കാർക്കും ഇപ്പോഴും പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. അതായത് സാർവദേശീയ മതങ്ങളായ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗത്തിലെ ജനവിഭാഗങ്ങളെ കേരളത്തിൽ വിന്യസിപ്പിച്ചതുപോലെ ജനസംഖ്യാനുപാതത്തിൽ വിന്യസിപ്പിച്ച ഒരു രാജ്യവും ഒരു നാടും ഈ ഭൂമുഖത്ത് പറയില്ല. മനസ്സിലായില്ലേ? CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് സംസാരിക്കുകയായിരുന്നു.